ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. ചിക്കൻ മന്തി നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ചിക്കൻ മന്തി റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം മന്തി മസാല പൗഡർ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടീസ്പൂണ് പച്ചമല്ലി ഞാൻ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു 5 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പട്ട, ഒരു 5-6 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേ ലീഫ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കഷ്ണാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഉണക്കനാരങ്ങ എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ നല്ല വറവായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചധികം ഉണ്ട് പൊടി, നമുക്കിത് പിന്നീട് യൂസ് ചെയ്യുകയും ചെയ്യും. അത് കുറച്ചായി പൊടിച്ചെടുക്കാൻ പറ്റാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ ഓരോ പീസും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോർക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിന് മുകൾ ഭാഗത്തൊന്ന് കുത്തി കൊടുക്കാം. നമ്മൾ മസാല പൗഡറൊക്കെ ഇടുമ്പോൾ അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. നമ്മൾ കൂടുതൽ ചിക്കനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മന്തി മസാല പൗഡറിന് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കൂടുതൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 2 ചിക്കൻ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2 ക്യൂബ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്ന ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് ഉപ്പ് സ്റ്റോക്കിൽ തന്നെ ഉണ്ടാവും. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കളർ ഒഴിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഈ ഒരു കപ്പിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മന്തിയിലേക്ക് കുറച്ച് ഓയിൽ അധികം വേണം. അപ്പോൾ ഈ ഒരു കപ്പിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സാക്കി എടുക്കണത്. നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. 1.5 മണിക്കൂറോളം ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണത്. ഇത് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പീസൊക്കെ ഒന്ന് മറിച്ചിടുകയാണ്. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് മറിച്ചിടുക. നമ്മളിതിലിട്ടിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ഇതിൽ തന്നെ കിടന്നിട്ട് നല്ല വെന്തുടഞ്ഞ് വരും. നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ആ സമയം കൊണ്ട് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉണക്കനാരങ്ങ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, പിന്നെ ബേ ലീഫ് ഇതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ 1 ക്യൂബ് ഞാൻ ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ചോറ് വറ്റിച്ചിട്ട് വേണമെങ്കിലും വെക്കുക, അല്ലെങ്കിൽ നമുക്കിത് ഊറ്റിയെടുക്കുകയും ചെയ്യാം. ഞാനിത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 രീതിയിൽ റൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ കപ്സൊക്കെ എടുക്കുന്ന അരിയാണ് എടുക്കുന്നത്. അതിന് വരെ നമുക്ക് സാധാ ബസ്മതി റൈസ് എടുക്കുക. ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് സ്റ്റോക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് ഓയിലും പിന്നെ അതിൻ്റെ സ്റ്റോക്കൊക്കെ കൂടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആ റൈസ് നമുക്ക് ഇനി ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് റൈസ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓയിലും സ്റ്റോക്കൊക്കെ കൂടിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. റൈസിന് നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഓരോ പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ റൈസിൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇങ്ങനെ ഇത് നല്ല ദമ്മായി വരുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഈ റൈസിൽ പിടിക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ വെച്ച് കൊടുക്കുക. ഈ ചാർക്കോളിൽ കുറച്ച് ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് വയ്ക്കുക. നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റൈസിന്. എന്നിട്ട് നന്നായി കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ദം ചെയ്യാൻ വെക്കണം. നമുക്ക് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ വയ്ക്കാം. ദം ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മന്തി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്നും ഇനി മിക്സാക്കി എടുക്കണം. അതിൽ നിന്ന് ആ ചാർക്കോളിൻ്റെ ആ ഒരു പാത്രമൊക്കെ മാറ്റിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായി മിക്സാക്കി എടുക്കുന്നതിന് മുൻപ് നമുക്കിതിന്ന് ചിക്കൻ്റെ പീസൊക്കെ ആദ്യം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ്റെ പീസൊക്കെ പൊട്ടിപ്പോവുള്ളൂ. ഇങ്ങനെ ഓരോ പീസുകളായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് റൈസൊക്കെ കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കളർഫുൾ റൈസാണ് കിട്ടുക. വൈറ്റും യെല്ലോ ഓറഞ്ചൊക്കെ ചേർന്നിട്ടുള്ള നല്ല റൈസാണ് കിട്ടുക. അപ്പോൾ ഇതേപോലെ ചിക്കൻ മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് കളറിന് ഓറഞ്ച് കളർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഫുൾ യെല്ലോ കളറായാലും കുഴപ്പമൊന്നുമില്ല. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഓറഞ്ച് കളർ ചേർത്തത്. അപ്പോൾ അത് ഞാനൊരു ട്രെയിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ കമൻസായി അറിയിക്കണം കേട്ടോ. ഞാൻ അതിലേക്ക് നമ്മൾ സാധാരണ മന്തിയിലേക്കൊക്കെ കഴിക്കാറുള്ള പോലെ തന്നെ ഗാർലിക് സോസും അതുപോലെ തന്നെ തക്കാളി ചട്നിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. Thank you for watching.